നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രായഭേദമന്യേ എല്ലാവർക്കും റോസാപ്പൂക്കൾ ഇഷ്ടമാണ്. നിറത്തിലും മണത്തിലും ആരെയും അത്യാകർഷിക്കുന്ന പൂക്കളാണിവ. വീട്ടമ്മമാർക്ക് റോസാപ്പൂക്കൾ കഴിഞ്ഞേ മറ്റേതൊരു പൂക്കളും ഉള്ളൂ. അതിനാൽ വീടുകളിലെ ഗാർഡനിലും വാണിജ്യപരമായും ഇത് വളർത്തുന്നുണ്ട്. ശൈത്യകാലത്താണ് റോസാപ്പൂക്കൾ ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്നത്. വരുന്ന ശൈത്യകാലത്ത് നിങ്ങളുടെ റോസ് ചെടി നിറയെ പൂക്കളാൽ നിറയണമെങ്കിൽ, എല്ലാ ചില്ലകളിലും പൂക്കൾ നിറഞ്ഞ് വരണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ശൈത്യകാലത്ത് തന്നെ അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. റോസാപ്പൂക്കൾ തണുപ്പ് ഇഷ്ടപ്പെടുന്നു, പക്ഷേ അതിശൈത്യം ചെടിയെ ദോഷകരമായി ബാധിക്കും. അതിനാൽ ഇടയ്ക്കിടെ മണ്ണ് നനയ്ക്കുകയും ശൈത്യകാലത്ത് വളപ്രയോഗം നടത്തുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. റോസാപ്പൂക്കൾ രാസവളങ്ങളെക്കാൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന വീട്ടിൽ തന്നെ നമ്മൾ കിട്ടുന്ന ജൈവ കമ്പോസ്റ്റാണ് ഇഷ്ടപ്പെടുന്നത്. ഇത് മണ്ണിനെ സമ്പുഷ്ടമാക്കുകയും പൂക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദിവസവും നമ്മൾ 5 മുതൽ 6 മണിക്കൂർ വരെ സൂര്യപ്രകാശം കൊടുത്തിരിക്കണം. റോസാപ്പൂക്കൾക്ക് സൂര്യപ്രകാശം വളരെ ഇഷ്ടമാണ്. ശൈത്യകാലത്ത് കഴിയുന്നത്ര സൂര്യപ്രകാശം അവയ്ക്ക് ലഭിക്കണം. ദിവസവും കുറഞ്ഞത് 5 മുതൽ 6 മണിക്കൂർ വരെ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ചെടി നമ്മൾ വെക്കാൻ ശ്രമിക്കുക. രാവിലെയുള്ള സൂര്യപ്രകാശമാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത്. പിന്നെ വെള്ളം നമുക്ക് മിതമായി നനച്ചു കൊടുത്താൽ മതി. ശൈത്യകാലത്ത് മണ്ണ് കൂടുതൽ സാവധാനത്തിൽ ഉണങ്ങും. അതിനാൽ ഇടയ്ക്കിടെ നനയ്ക്കുന്നത് ഒഴിവാക്കുക. മണ്ണിൻ്റെ മുകളിലെ പാളി ഉണങ്ങുമ്പോൾ മാത്രം റോസ് ചെടിക്ക് വെള്ളം നൽകുക. അമിതമായി നനയ്ക്കുന്നത് വേരുകൾ ചെയ്യുന്നതിനും ചെടിയെ ദുർബലപ്പെടുത്തുന്നതിനും കാരണമാകും. 15 ദിവസത്തിലൊരിക്കൽ മണ്ണ് കുഴിക്കുക. ഇടയ്ക്കിടെ റോസ് മണ്ണ് സൗമ്യമായി നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ വേരുകളിലേക്ക് വായു എത്താൻ അനുവദിക്കുകയും പോഷകങ്ങൾ നന്നായി ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ഇതുവഴി ചെയ്യുന്നു. വേരുകൾക്ക് കേടുപാടുകൾ വരാതെ വേണം നമ്മൾ ഇത്തരത്തിൽ മണ്ണൊന്ന് ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കാൻ. വാടിയ ഇലകളും വാടിയ പൂക്കളും ഉണ്ടെങ്കിൽ ഇത് നീക്കം ചെയ്യണം. പഴയതോ ഉണങ്ങിയതോ വാടിയതോ ആയ പൂക്കൾ ചെടിയുടെ ഊർജം കളയും. അതുകൊണ്ട് പുതിയ മുകുളങ്ങൾ വികസിപ്പിക്കുന്നതിൽ ചെടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവ ഉടനടി നമ്മൾ മുറിച്ചു മാറ്റുക. ഇതിനായി വൃത്തിയുള്ള കത്രികയോ പ്രൂണറോ ഉപയോഗിക്കുക. തണുപ്പിൽ നിന്ന് സംരക്ഷിക്കാൻ വൈകുന്നേരം ചെടി മൂടുക. അതുപോലെ താപനില വളരെ താഴ്ന്നാൽ രാത്രിയിൽ ഒരു പഴയ തുണി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ചെടിയെ ലഘുവായി ഒന്ന് മൂടി വയ്ക്കാം. നമുക്ക് വാണിജ്യപരമായൊക്കെ നടന്നവർക്ക് ഇത് വളരെ ഉപകരിക്കും. ഇത് മഞ്ഞ് തടയുകയും ചെടിയുടെ ഇളം ശാഖകളെ സംരക്ഷിക്കുകയും ചെയ്യും. വേനൽക്കാലമായാൽ രോഗം വന്ന് ചെടിയൊക്കെ നശിച്ച് പോകും എന്നതിനാൽ അല്പം ശ്രദ്ധയും പരിചരണവും ആ സമയത്തും കൊടുക്കുന്നത് നന്നായി ചെടി വളരുന്നതിന് സഹായിക്കും. ഒരേ അളവിൽ എടുത്ത ആറ്റുമണൽ, പശപ്പില്ലാത്ത ചുവന്ന മണ്ണ്, നന്നായി ഉണങ്ങിയ ചാണകപ്പൊടി എന്നിവ എടുത്ത് ഒരു പിടി കൂടി ചേർത്താൽ റോസ് തൈകൾ നടാനുള്ള മിശ്രിതമായി. വലിപ്പമുള്ള ചട്ടിയിലാണ് നമ്മൾ ഈ മിശ്രിതം നിറച്ച് നടേണ്ടത്. മിശ്രിതം നന്നായി നനച്ച ശേഷം ഏകദേശം 6 മുതൽ 7 മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ചട്ടി സ്ഥിരമായി വെക്കണം. ചെടികൾക്ക് നല്ല വായു സഞ്ചാരം ആവശ്യമാണ്. ചെടികൾ അല്ലെങ്കിൽ ഈ നമ്മുടെ ബഡ് റോസ് ഇനങ്ങൾ ചട്ടിയിൽ തന്നെ നട്ട് വളർത്തുന്നതാണ് നല്ലത്. ബഡ് തൈകൾ നടുമ്പോൾ ബഡ് റോസുകൾ വളർത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് പെട്ടെന്ന് നശിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ചെടി നിലനിൽക്കുകയുള്ളൂ. ബഡ് തൈകളാണ് നടുന്നതെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെടിച്ചട്ടികളിലാണ് വളർത്തുന്നതെങ്കിൽ നീർവാഴ്ച ഉറപ്പാക്കണം. ചട്ടിയുടെ 1/4 ഭാഗം മണ്ണ് നിറച്ച് ബാക്കി ഭാഗത്ത് ജൈവവളം ഇട്ടുകൊടുക്കാം. ബഡ് ചെയ്ത ഭാഗം മണ്ണിന് മുകളിലായിരിക്കണം. 2 ആഴ്ച കാലത്തെ നന ആവശ്യമാണ്. നടുവാൻ നേരത്ത് തൈകളിലെ ആവശ്യമില്ലാത്ത ഇലകളും പൂക്കളും മൊട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് നീക്കം ചെയ്യണം. ഇത് ചെടിയെ നന്നായി വളരാൻ സഹായിക്കത്തേ ഉള്ളൂ. മുട്ടത്തോടിൻ്റെ പൊടി, അതുപോലെ ചകിരി ഈ കീടശല്യ നിവാരണത്തിൻ്റെ ആദ്യപടിയായി മുരടിച്ചു നിൽക്കുന്ന ശാഖകളും പൂമുട്ടുകളും നീക്കം ചെയ്യണം. വിപണിയിൽ സാധ്യമായ ഇമിഡാക്ലോപ്രിഡ് അടങ്ങിയ കീടനാശിനി 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ലായനിയാക്കി ഇലകളുടെ അടിഭാഗം ഉൾപ്പെടെ ചെടി മുഴുവനായി ഇത് തളിച്ചു കൊടുക്കണം. വൈകുന്നേരങ്ങളിലാണ്
ഇവ തളിച്ചു കൊടുക്കേണ്ടത്. ഇത്തരത്തിലൊക്കെ നമ്മൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് റോസാ ചെടികൾ നമ്മൾ സംരക്ഷിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള പൂക്കൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.